ഫുട്ബോൾ ബ്രോഡ്കാസ്റ്റിങ്ങിലൊക്കെ സുവർണ നിമിഷങ്ങളാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ഫുട്ബോൾ പ്രേമികൾ ഇതുപോലെ ആ ഒരു ഇഷ്ടം എപ്പോഴും കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചും പോകുന്നു. എന്താണെങ്കിലും ഇന്ന് ഈ മത്സരത്തിന് അവസാനമാകുമ്പോൾ ഒരു ടീം ജയിക്കും. പക്ഷേ അർജന്റീനയുടെ എക്കാലത്തെയും മികച്ച ട്രോഫി അവർക്ക് നഷ്ടമാകുമോ എന്നൊരു ഭയമുണ്ടാകില്ലേ? ലയണൽ മെസ്സി, ആ ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് വേദിയാകാനാണ് സാധ്യത. അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സാധാരണ അർജന്റീന ആരാധകർ മുതൽ ഒരു തീവ്ര അർജന്റീന ആരാധകർ വരെ. തീർച്ചയായിട്ടും ഫൈനൽ ആകുമ്പോൾ ഒരു ടീം ജയിക്കും, അവർ ആഹ്ലാദത്തിനുറപ്പിലായിരിക്കും. മറ്റേ ടീമിന് അത് ഉൾക്കൊള്ളാൻ ഒത്തിരി സമയമെടുക്കും. പ്രത്യേകിച്ചും നമ്മൾ ആരാധകരെ ചിന്തിക്കുമ്പോൾ ആ കളിക്കാരുടെയും ആ പരിശീലകന്റെയും ഒക്കെ ഒരു അവസ്ഥ അത് വേറൊന്നു തന്നെയായിരിക്കും. പക്ഷേ അത് ആരാധകർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള സമയം ഇതെങ്ങനെ ആൾക്കാരെ ഫേസ് ചെയ്യും. ഒത്തിരി അധികം വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടാവുമല്ലോ ഇതിനോടകം. അപ്പോൾ ഇതിനൊക്കെയുള്ള മറുപടി തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അതൊക്കെ ചെറുപ്പകാലത്ത് നമ്മളെയൊക്കെ അലട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ബ്രോഡ്കാസ്റ്റിലേക്ക് വർക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പറയുന്ന പോലെ കമന്ററി ബോക്സിൽ നമ്മൾ ഇത്രയും കാലം ട്രെയിൻ ചെയ്ത് കൊടുത്ത എല്ലാവരോടും പറഞ്ഞേക്കുന്ന ഒരു ഫോർമുല തന്നെയാണ്. കമന്ററി കേൾക്കുന്ന ഒരാൾക്ക് അത് ന്യൂട്രൽ ആയിട്ടേ തോന്നാവുള്ളൂ. നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താലും അവിടെ ന്യൂട്രൽ ആയിരിക്കണം. അപ്പൊ ആ ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപക്ഷെ കമന്റേറ്റേഴ്സിനും എക്സ്പേർട്സിനും ഒക്കെ പറ്റുമായിരിക്കും. എന്നാൽ അത് ആരാധകന് ഒരിക്കലും പറ്റില്ല. ആരാധകൻ എപ്പോഴും അത് അവരുടെ വികാരമാണ്, അവരുടെ ടീം വിജയിക്കുക എന്നുള്ളത്. ഇപ്പോഴത് പ്രത്യേകിച്ച് മെസ്സിയെ പോലൊരു ഇതിഹാസ താരം 2014 ഫൈനലിൽ തോറ്റപ്പോഴുള്ള വികാരം നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ബ്രസീലിലായിരുന്നു വേൾഡ് കപ്പ്. അപ്പോൾ പരിചിതമായ സാഹചര്യങ്ങളായിരുന്നു. പക്ഷെ എന്നാൽ ജയിക്കാൻ പറ്റാത്തതിന്റെ നിരാശ വളരെ വലുതായിരുന്നു. 2022 ജയിച്ചപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുത്തു എന്ന് തോന്നി. പക്ഷെ ഇനി വീണ്ടും ഒരു നഷ്ടപ്പെടൽ ഉണ്ടായാൽ അത് എന്തുമാത്രം വലുതാവും എന്ന് ചിന്തിക്കാൻ പറ്റില്ല ഒരു പക്ഷെ ആരാധകർക്ക്. പക്ഷെ അപ്പോഴും ആശ്വസിക്കാം. ലിയോണൽ മെസ്സിയും കൂട്ടരും കഴിഞ്ഞ ലോകകപ്പ് ഉയർത്തിയിരുന്നല്ലോ, ഒരു ലോക കിരീടം ഉണ്ടല്ലോ ഇതിഹാസ താരത്തിന് എന്ന്. അത് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. മറുവശത്ത് സ്പെയിൻ ആണെങ്കിൽ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ ലമീൻ യമാലിനും കൂട്ടർക്കും എന്ന് ചിന്തിക്കാം. ഉറപ്പായിട്ടും അതൊരു വലിയ പോയിന്റാണ്. കാരണം അർജന്റീന ആരാധകർക്ക് ഇപ്പോഴും സന്തോഷം നൽകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എല്ലാം പൂർത്തീകരിച്ചവനായി നിൽക്കുകയാണ് ലയണൽ മെസ്സി. ഇനി ഏറ്റവും അവസാനം ജോസഫ് ഈ കാര്യം കൂടെ പറഞ്ഞ് ജോസഫിന് വിടാം. കാരണം ജോസഫിനും മത്സരം കാണാനുള്ള ഒരു വ്യഗ്രതയുണ്ടാകും. കിക്ക് ഓഫ് മുതൽ ഒരു നിമിഷം പോലും നഷ്ടമാകരുതെന്ന് ജോസഫും ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. വേറൊന്നുമല്ല, ലോകകപ്പിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഇപ്പോൾ ഒന്നാമൻ അത് കിലിയൻ എംബാപ്പയാണ്. ഗോൾഡൻ ബൂട്ടിന്റെ പോരാട്ടത്തിലും കിലിയൻ എംബാപ്പയാണ് മെസ്സിക്ക് മുന്നിൽ. അപ്പോൾ മെസ്സിക്ക് ഇന്ന് 2 ഓപ്ഷനാണ്: ഹാട്രിക് നേടുക, അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാനാണെങ്കിൽ 2 ഗോള് പ്ലസ് അസിസ്റ്റ്. ഈ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ സ്പെയിനിനെതിരെയൊക്കെ അത് സാധിക്കുമോ? എങ്ങനെ പ്രതീക്ഷിക്കണം? ആരാധകർക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ വെക്കാമോ? ട്രാൻസിഷനിൽ കളിച്ച് വേഗതയുടെ ട്രാൻസിഷനിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ ഒരു ആദ്യ 11 നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ അർജന്റീനയ്ക്ക് ലീഡ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ, ഒന്ന് സ്പെയിനെ ഞെട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ സ്പെയിൻ അവരുടെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി ഒരു അല്പം കണ്ണടച്ച് കുറച്ചുകൂടി ആ ഒരു അറ്റാക്ക് ചെയ്യാൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ഗ്യാപ്പുകൾ ഓപ്പൺ ആവും. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്. അതേസമയം സ്പെയിൻ ആണ് ലീഡ് എടുക്കുന്നതെങ്കിൽ ഇതുവരെ അർജന്റീന ചെയ്തതുപോലെ അത്ര എളുപ്പമാവില്ല. കാരണം സ്പെയിൻ നന്നായി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് എതിരാളികൾക്ക് പിന്നെ ബോളും സ്പേസും കൊടുക്കില്ല. അങ്ങനെ ആവുമ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് മെസ്സിക്ക് ടോപ്പ് സ്കോററും ഓൾ ടൈം ടോപ്പ് സ്കോററിന് ഇനിയും ഒരു ഗോൾ അടിച്ചാൽ ഒപ്പം 2 ഗോൾ അടിച്ചാൽ മുന്നോട്ട് കയറാം. ഗോൾഡൻ ബൂട്ട് ആണെങ്കിൽ ഒന്നെങ്കിൽ ഹാട്രിക് അല്ലെങ്കിൽ 3 ഗോൾ കോൺട്രിബ്യൂഷൻ, 2 ഗോൾ അടക്കം 3 ഗോൾ കോൺട്രിബ്യൂഷൻ അങ്ങനെ വേണം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നേടണമെങ്കിൽ അർജന്റീന ലീഡ് എടുക്കണം തുടക്കത്തിൽ. അങ്ങനെയാണെങ്കിലാണ് സാധ്യത കൂടുതൽ. അല്ലാത്ത പക്ഷം മെസ്സിയുടെ ഇൻഡിവിജ്വൽ സ്വപ്നങ്ങൾ അവിടെ നിൽക്കട്ടെ, ടീമിന്റെ വിജയത്തിന് മുൻഗണന കൊടുക്കാം. ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച് ജോസഫ് ജോർജ് ഫോർ ജോയിനിങ്. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിനും താങ്ക് യു ഫോർ ജോയിനിങ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാളെയും വീണ്ടും കാണാം. കാരണം മത്സരം കഴിഞ്ഞാൽ
അതിന്റെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കണമല്ലോ. എന്താണെങ്കിലും ലോക കിരീടം ആ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സ്പെയിൻ ടീമിന്റെ എക്കാലത്തെ മികച്ച മിഡ്ഫീൽഡർമാരുള്ള ഒരാളായിട്ടുള്ള ആൻഡ്രേ ഇനിയസ്റ്റ, ഒപ്പം അർജന്റീനയുടെ ഇതിഹാസങ്ങളായ മരിയോ കെമ്പസ്, രണ്ടുപേരുമാണ് ആ ലോകകപ്പുമായി, ആ കനക കിരീടവുമായി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ഇതൊക്കെ കണ്ട് ആകാംക്ഷയോടെ കൗതുകത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആരാധകർ. തിരുവനന്തപുരത്ത് അജ്മൽ കൂടി ചേരുന്നത്. അജ്മൽ, വളരെ വേഗത്തിൽ നമുക്ക് ലോകകപ്പിന്റെ കിക്ക് ഓഫിലേക്ക് പോകാനുള്ള സമയമായി. കിക്ക് ഓഫിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനമായി ആരാധകരുടെ പ്രതികരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി. അതേ നമുക്ക് ചോദിച്ചു നോക്കാം. ബ്രോ, കിക്ക് ഓഫ് പറയാൻ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ, എന്താ തോന്നുന്നത്? എല്ലാരും എക്സൈറ്റഡ് ആണ് നല്ല രീതിക്ക്. അത്രേ ഉള്ളൂ. അർജന്റീന തൂക്കത്തോടെ തൂക്കുമായിരിക്കും. നോക്കാം, കളിയാണ്. ബ്രോ, എന്തോ ആര് നമ്മുടെ അർജന്റീന മെസ്സി ഇന്ന് രണ്ടാമത്തെ കപ്പടിക്കും. ഇവിടെ കൂടുതൽ സപ്പോർട്ട് ചെയ്താണ്. എല്ലാവരും പ്രതീക്ഷ അർജന്റീന ഇത്തവണ കപ്പ് തൂക്കുമെന്നാണ്. ഈ റോഡിന് ഇരുവശത്തും ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ വഞ്ചൂർ റോഡിലാണ്. എൻ്റെ തൊട്ടുകൂടെ കോടതിയാണ്, പക്ഷെ ഞാൻ നിൽക്കുന്ന റോഡ് സൈഡ് മൊത്തം ആരാധകരുടെ കുത്തൊഴുക്കാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇത്തവണയും മെസ്സിയും പിള്ളേരും കപ്പ് തൂക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം ഹോളിവുഡ് ഇതിഹാസം ടോം ക്രൂയിസിന്റെ പ്രസംഗം കാണാം. അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധകരല്ല. അവരെല്ലാവരും ഈ പ്രസംഗം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തങ്ങളുടെ താരങ്ങൾ വീണ്ടും ആ വിശ്വവേദിയിൽ പന്ത് തട്ടാൻ വേണ്ടി ഈ വർഷത്തെ ഈ ലോകകപ്പിൽ അവസാന മത്സരം കലാശപ്പോര് കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആവേശം നടക്കുന്നത് അർജന്റീനയിലോ സ്പെയിനിലോ അല്ല. ഒരു ലോകകപ്പ് പോലും ഇതുവരെ കളിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലാണ്. അതാണ് ആവേശം, അടങ്ങാത്ത ആവേശം. ഒരിക്കലും കേരളത്തിലെ ഫുട്ബോൾ ആവശ്യമായിട്ട് നമുക്ക് വേറൊരു സംസ്ഥാനങ്ങൾക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പോലും പറ്റത്തില്ല. അത് തെളിവായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീന ജയിച്ചപ്പോൾ. അർജന്റീനയുടെ ഒഫീഷ്യൽ ടീം, അർജന്റീന ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ നമ്മുടെ കേരളത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരളത്തിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് നന്ദി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലസ്ഥാന നഗരി ഇന്ന് ഉറങ്ങുകയില്ല. ഇന്ന് അവർ രാവുകൾ പകലാക്കുകയാണ്. അവരിന്ന് അവരുടെ ഇഷ്ട ടീമിന് വേണ്ടി, അവർ ഫുട്ബോളിന് വേണ്ടി അവർ ഒത്തുകൂടിയിരിക്കുകയാണ് ഈ നഗരി. റൈറ്റ്, ഒത്തുകൂടിയിരിക്കുകയാണ് അവർ ആരാധകർ. അർജന്റീനയ്ക്ക് വേണ്ടി, സ്പെയിനിന് വേണ്ടി. ലോകവേദിയിലേക്ക് ലയണൽ മെസ്സി, അർജന്റീന നായകനും സംഘവും എത്തുകയാണ്. സ്പാനിഷ് ടീം റോദ്രിയുടെ കീഴിൽ അവരും തയ്യാറായി നിൽക്കുന്നു ആ ടണലിൽ. ആ കാത്തിരിപ്പാണ് ഇപ്പോൾ ഓരോരോ ഫുട്ബോൾ ആരാധകന്റെ മുഖത്ത് കാണുന്നത്. അവർ ആ മൊബൈൽ ഫോണിൽ ഒപ്പിയെടുക്കുന്നതും അതാണ്. ലോകകപ്പിന്റെ ഫൈനൽ കളിക്കാൻ വേണ്ടി അർജന്റീനയുടെയും സ്പെയിനിന്റെയും താരങ്ങൾ ഒന്നൊന്നായി എത്തുമ്പോൾ അവർക്ക് അത് കണ്ണിമ ചിമ്മാതെ കാത്തിരുന്ന് കാണേണ്ട നിമിഷങ്ങളാണ്. അത് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഖത്തറിലാണെങ്കിലും വേണ്ട റിയോ ഡി ജനീറോയിലാണെങ്കിലും എവിടെയാണെങ്കിലും പ്രിയപ്പെട്ട താരങ്ങളുടെ ആ വരവ്, ആ ഒന്നൊന്നര വരവ്, അതിനുള്ള കാത്തിരിപ്പ് അത് തുടരുന്നു. ഈ കലക്കൻ ഫൈനലിലേക്ക് അർജന്റീനയും സ്പെയിനും എത്താൻ പോകുന്നു. ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിലേക്ക് എത്താൻ പോവുകയാണ്. 7ാം ലോകകപ്പ് കളിക്കുന്നു അർജന്റീന. സ്പെയിന് ഇത് 2ാം തവണ മാത്രം. 8 ലോകകപ്പ് കളിച്ച ജർമ്മനി മാത്രമാണ് അർജന്റീനയ്ക്ക് മുന്നിലുള്ളത്. അർജന്റീന 4ാമതൊരു നക്ഷത്രം അവരുടെ ജേഴ്സിയിൽ ചേർക്കുമോ? കാത്തിരിക്കാം. അല്പസമയത്തിനകം കിക്ക് ഓഫ്. ഫുട്ബോളത്തിൽ കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും എത്തിക്കും. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ മത്സരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.